അപ്പോൾ നമ്മൾ അപ്പോൾ എന്നോട് എൻ്റെ എഡീസ് പറഞ്ഞില്ല സാറേ അത് സ്ലോ മോഷൻ തന്നെ ചെയ്യാം. എനിക്ക് ഞാൻ കൺഫ്യൂസ്ഡ് ആകുക. അപ്പോൾ ചില നമ്മൾ പണ്ട് ഞാൻ നസീറിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമ, നസീർ സാറിൻ്റെയൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വില്ലനും നായകനും ഇവിടെ കത്തി പിടിച്ചിട്ട് കത്തി ഇങ്ങോട്ട് വരുന്നു, കുറച്ച് കത്തി അങ്ങോട്ട് തിരിയുന്നു, ഇതിൻ്റെ അല്ലെ കയറിങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ഓരോ ലെയറായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇപ്പോഴും ഹോളിവുഡ് സിനിമകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ആ ക്ലീഷേസ് അപ്പോഴും തിയേറ്ററിൽ ഒരു കഥയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിനകത്തൊരു ചെറിയ അത് ക്ലീഷയാണെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ തരുന്നുണ്ട്. അത് എവിടെ എങ്ങനെ ഏത് ലെവലിൽ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ക്രിയേറ്ററും എടുക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചോദ്യത്തിൽ ഇതാണല്ലോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഞാൻ തന്നെത്താൻ എഴുതുമ്പോൾ ഒത്തിരി സമയം വരുന്നുണ്ട് കഥകൾ തപ്പിയെടുത്ത് അല്ലെങ്കിൽ അത് എഴുതിയെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പുതിയ കഥകൾ വരുമ്പോൾ അതിനകത്ത് നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നുന്ന സബ്ജക്റ്റുകൾ ഞാൻ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തു, അല്ലാതെയൊക്കെ ആയിട്ട് തീരും. ഇപ്പോൾ പല ദിവസങ്ങളിൽ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഡിനു നിങ്ങൾക്ക് അറിയാം, കൂദാശ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ഒരാളാണ്. ആ സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് എടുത്തു വെച്ച് നോക്കി ഇരിക്കാൻ അത് വലിയ കാര്യമായിട്ട് പണിയേണ്ട വന്നില്ല. കാരണം അത് ഓൾറെഡി അതൊരു ഇമോഷണൽ ത്രില്ലറാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഇമോഷൻസ് ഒന്നുമില്ല. ഇത് കുറച്ചുകൂടെ കുറേ സംഭവവാസങ്ങളാണ് ഇതിനകത്ത്. നമ്മളങ്ങനെ ഇതൊക്കെ ഒരു തോന്നലിലൊക്കെ ചെയ്യുക. അതിപ്പം ചിലപ്പോൾ അത് വർക്കൗട്ട് ആകും, അല്ലാതെയും സംഭവിക്കുക. അത് ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയില്ലേ നമുക്ക്. ഇത് വർക്കൗട്ട് ഇത് കൊള്ളാലോ എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അത് വേറെ ആൾക്ക് ചിലപ്പോൾ കൊള്ളിയാലെന്നും തോന്നാം. സബ്ജക്റ്റീവാണ്. പിന്നെ നമ്മൾ ഒരു സിനിമ എപ്പോഴായിരിക്കും മജോറിറ്റി ഇഷ്ടപ്പെടുമ്പോഴല്ലേ, അപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ഇപ്പൊ ദൃശ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ 1 ചിലർക്ക് ഇഷ്ടം, ചിലരുണ്ട് 2 അതിനൊക്കെ നല്ലത് എന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഡിഫറെൻ്റ് എന്ന് എനിക്ക് തോന്നിയാ ചെയ്യുന്നത്. അപ്പം വളരെ സന്തോഷം തോന്നിയുണ്ട് ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെങ്കിൽ. എനിക്കൊരു പേടിയായിരുന്നു ഇത് ഒരു ഇത് എന്താ പറയുക റെപ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരേ പാറ്റേൺ വരുന്ന പോലെ തോന്നുന്നു.